ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ചൈനയോടും ഒരു കാലത്തെ പ്രധാന പങ്കാളിയായിരുന്ന അമേരിക്കയോടുമുള്ള നിലപാടുകൾ പുനഃപരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അമേരിക്കയെ വിട്ട് ഇന്ത്യ ചൈനയുമായി അടുക്കുകയാണോ, അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും വലിയ കളികളുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. വർഷങ്ങളായി ഇന്ത്യ ഒരു നൂൽപാലത്തിലൂടെയായിരുന്നു നടന്നിരുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള വളർന്നു വരുന്ന സൗഹൃദം, മറുവശത്ത് ചൈനയുമായുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങളും ശത്രുതയും. എന്നാൽ സമീപകാലത്ത് അമേരിക്കയുടെ നയങ്ങളിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ ഈ സമവാക്യങ്ങളെയെല്ലാം പുനഃപരിശോധിക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കി. അമേരിക്ക എന്തുകൊണ്ട് ഒരു തലവേദനയായി? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശക്തമായ സുരക്ഷാ വ്യാപാര ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കൻ നയങ്ങളിലെ പ്രവചനാതീതമായ മാറ്റങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന ഇറക്കുമതി തീരുവകൾ വന്നു. ഇന്ത്യയുടെ വ്യാപാര പങ്കാളിത്ത പദവികൾ പുനഃപരിശോധിക്കപ്പെട്ടു. ഇതിനെല്ലാം ഉപരി ഇന്ത്യയുടെ സ്വന്തം തീരുമാനങ്ങളെ അമേരിക്ക ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഉദാഹരണത്തിന്, റഷ്യയിൽ നിന്ന് S-400 മിസൈൽ സംവിധാനം വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ശക്തമായി ഭീഷണിപ്പെടുത്തി. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം പ്രതിരോധ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇന്ത്യ മുന്നോട്ടു പോയി. ഇതോടെ ന്യൂഡൽഹിക്ക് ഒരു കാര്യം മനസ്സിലായി: അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയല്ല. അവരുടെ നയങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. കൂടെ നിന്നാൽ പോലും അവർ സംരക്ഷിക്കുമെന്ന് ഒരു ഉറപ്പില്ല. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നൊരു ഭീഷണിയുടെ സ്വരം എപ്പോഴും നിലനിന്നു. ഇന്ത്യയുടെ പുതിയ നീക്കം ചൈനയിലേക്ക് ഒരു ചുവടുമാറ്റം. അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം ഇന്ത്യയെ ഒരു പുതിയ ചിന്തയിലേക്ക് നയിച്ചു. അങ്ങനെയാണ് വർഷങ്ങളായി കടുത്ത ശത്രുതയിലായിരുന്ന ചൈനയുമായി വീണ്ടും ചെറിയ തോതിലെങ്കിലും സംസാരിക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയത്. 2020 ഗാൽവൻ അതിർത്തിയിലെ രക്തരൂക്ഷിതമായ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈനയുമായുള്ള മിക്കവാറും എല്ലാ ബന്ധങ്ങളും മരവിപ്പിച്ചിരുന്നു. 300-ലധികം ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ചൈനീസ് നിക്ഷേപങ്ങൾ തടഞ്ഞു. എന്നാൽ 2020 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായ ഒരു സൗഹൃദം ഉണ്ടായിട്ടില്ലെങ്കിലും സമീപകാലത്ത് ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. 2022 G20 ഉച്ചകോടിയിലും 2023 ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും കണ്ടുമുട്ടി ഹ്രസ്വമായി സംസാരിച്ചു. ഇതൊരു പൂർണ്ണമായ ഉഭയകക്ഷി ചർച്ചയായിരുന്നില്ലെങ്കിലും മഞ്ഞുരുകലിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. ഇതിനുശേഷം സാധാരണ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വ്യാപാര തടസ്സങ്ങൾ നീക്കാനും ചെറിയ ശ്രമങ്ങൾ നടന്നു. എന്തുകൊണ്ട് ചൈന? ഇത് കീഴടങ്ങലാണോ? ഇന്ത്യയുടെ ഈ നീക്കത്തെ പല പാശ്ചാത്യ നിരീക്ഷകരും വിശേഷിപ്പിച്ചത് ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യ കീഴടങ്ങി എന്നാണ്. എന്നാൽ അത് സത്യമായിരുന്നില്ല. ഇത് കീഴടങ്ങലല്ല, അതിജീവനത്തിന്റെ പ്രായോഗിക ബുദ്ധിയാണ്. അതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തിക യാഥാർത്ഥ്യം. ലോകത്ത് നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളുടെ 60% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ചൈനയെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് അസാധ്യമാണ്. ചൈനീസ് വിതരണക്കാരെ വിലക്കിയതുകൊണ്ട് മാത്രം ഇന്ത്യൻ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ചൈനയുമായുള്ള വ്യാപാരം ഒരു പരിധിവരെ അനിവാര്യമായിരുന്നു. 2, തന്ത്രപരമായ യാഥാർത്ഥ്യം. ചൈന ഒരു ശത്രുവാണെങ്കിലും അവരുടെ നീക്കങ്ങൾ ഒരു പരിധിവരെ പ്രവചിക്കാൻ സാധിക്കും. എന്നാൽ അമേരിക്കയുടെ നയങ്ങൾ എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥ വന്നു. കൂടെ നിൽക്കുന്നവരെ ശിക്ഷിക്കുകയും എന്നാൽ കൂറ് പുലർത്തുന്നവർക്ക് ഒരു പ്രതിഫലവും നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി അമേരിക്കയെ പലരും കണ്ടു തുടങ്ങി. ഈ അസ്ഥിരതയേക്കാൾ നല്ലത് പ്രവചിക്കാൻ കഴിയുന്ന ഒരു ശത്രുവാണെന്ന് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങി. ഇന്ത്യയുടെ യഥാർത്ഥ ലക്ഷ്യം അപ്പോൾ ഇന്ത്യ ചൈനയുടെ പക്ഷം ചേരുകയാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയുടെ യഥാർത്ഥ ലക്ഷ്യം തന്ത്രപരമായ സ്വയം ഭരണമാണ്. അതായത് ആരുടെയും പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കി തീരുമാനമെടുക്കാനുള്ള കഴിവ്. ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവുക എന്നതാണ് ഇന്ത്യയുടെ സ്വപ്നം. അതിന് സാങ്കേതിക വിദ്യയും നിക്ഷേപങ്ങളും വിതരണ ശൃംഖലകളും ആവശ്യമാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ വടംവലിയിൽ പെട്ടുപോയാൽ ആ സ്വപ്നം നടക്കില്ല. ചൈനയുമായി ചെറിയ തോതിലെങ്കിലും സഹകരിക്കുന്നതിലൂടെ ഇന്ത്യ യഥാർത്ഥത്തിൽ സമയം നേടുകയാണ്. ഒരുപക്ഷെ അമേരിക്കൻ നയങ്ങളിൽ കൂടുതൽ സ്ഥിരത വരുന്ന ഒരു കാലത്തിനായി ഇന്ത്യ കാത്തിരിക്കുകയാവാം. അതുവരെ അതിജീവനത്തിന്റെ ഒരു നീണ്ട കളി കളിക്കുകയാണ് ഇന്ത്യ. ആവശ്യമുള്ളപ്പോൾ ഉറച്ചു നിൽക്കുക, നഷ്ടം കുറഞ്ഞിടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക, എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം ഒരിക്കലും മറക്കാതിരിക്കുക. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ നീക്കം ഒരു ബലഹീനതയല്ല,
ഉറപ്പുകളോ ഗ്യാരണ്ടികളോ ഇല്ലാത്ത ഈ ലോകത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടമാണ്. ഇന്ത്യയുടെ ഈ നിലപാട് മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതൊരു ശരിയായ തീരുമാനമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.